കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതൻ, ഉസ്താദുമാരുടെ ഉസ്താദ് എന്നറിയപ്പെടുന്ന ഉസ്താദുൽ അസാത്തീദ് ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദിനെ കുറിച്ചാകാം ഇന്നത്തെ നമ്മുടെ ചർച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹൽ വ്യക്തിത്വത്തോടൊപ്പം സ്വർഗീയ ലോകത്തൊരുമിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാണ്ഡിത്യത്തിൻ്റെ അനേകതയിലേക്ക് ആഴ്ന്നിറങ്ങിയ വിസ്മയ ലോകമാണ് ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ്. ആയുഷ്കാലം മുഴുക്കി അറിവിൻ്റെ അനുഭൂതിയിൽ അവ പകരലിൻ്റെ പരിശുദ്ധിയിൽ ധന്യമായ സ്വാത്വിക ജീവിതം, നസബയും നിസ്ബയുമൊത്ത ഇൽമിൻ്റെ ഗരിമ, അതിയായ ഭവ്യതയോടെ സൗമ്യതയോടെ ശിഷ്യരിലേക്ക് വെളിച്ചത്തിൻ്റെ വഴിത്താരയായി ഇറങ്ങിച്ചെന്ന ഗുരുസാഗരം. നേരം ഇരുട്ടിയേറെയായി ചമ്മങ്കടവ് കൊങ്കയം പള്ളിയും പരിസരവും ഉറങ്ങിക്കിടക്കുകയാണ്. പള്ളിയിലെ മുദരിസും കുട്ടികളും രണ്ടാം ദറസ്സു കഴിഞ്ഞ് മയക്കത്തിലാണ്. പള്ളിയുടെ ഒരു മൂലയിൽ നിന്ന് അൽഫിയ ബൈത്തുകൾ കാണാതെ ചൊല്ലുന്ന ശബ്ദം. ഉസ്താദ് വെളിച്ചം തെളിച്ചു. നീലം മുക്കാത്ത തേച്ചുമിനക്കാത്ത മല്ലിമുണ്ടെടുത്ത് നരച്ച ഓയിൽ കൊണ്ട് തലമറച്ച് കിതാബിലേക്ക് തന്നെ നോട്ടമയച്ചിരിക്കുന്നൊരു വിദ്യാർത്ഥി. ഉസ്താദ് ശ്രദ്ധിച്ചു നോക്കി. എല്ലാവരും സ്നേഹത്തോടെ ഏന്തിൻകുട്ടി എന്ന് വിളിക്കുന്ന സൈനുദ്ദീൻ. ഉസ്താദിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. പിൽക്കാലത്ത് ഉസ്താദുൽ അസാത്തീദ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഓക്കെ ഉസ്താദിന് വേണ്ടി ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു ആ ഗുരുനാഥൻ. ആ ഓക്കെ ഉസ്താദിൻ്റെ ജീവിതം നമുക്ക് പഠിക്കാം. അവിടുത്തെ ജനനം മലബാറുകാർക്ക് സുപരിചിതമാണ്. കോട്ടക്കൽ സാംസ്കാരിക വ്യവഹാരത്തിൽ നിസ്തുല പങ്കുവഹിച്ച നാട്. ആയുർവേദത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിന് പഴയകാല കിസ്സകൾ ഒരുപാട് പറയാനുണ്ട്. ഭൂമിശാസ്ത്രപരമായി കോട്ടക്കലിനോട് അതിർത്തി പങ്കിട്ടിരുന്ന അന്നത്തെ ഒതുക്കുങ്ങൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് 3 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരമേയുള്ളൂ കുഴിപ്പുറത്തേക്ക്. അവിടുത്തെ പടിഞ്ഞാറെ പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് മുസ്ലിയാരകം എന്നറിയപ്പെടുന്ന കുഴിപ്പുറത്ത് തറവാട്ടിൽ 1916 ഷെയ്ഖുന ഓക്കെ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജനനം. മറ്റത്തൂർ ഖാദി സൈനുദ്ദീൻ മുസ്ലിയാരുടെ മകൾ ആയിഷയും അലി ഹസൻ എന്ന കോയക്കുട്ടി മുസ്ലിയാരുമാണ് മഹാനവറുകളുടെ മാതാപിതാക്കൾ. ഷെയ്ഖുനയുടെ 10ാമത്തെ വയസ്സിൽ ഉമ്മയും 16ാമത്തെ വയസ്സിൽ ഉപ്പയും മരണപ്പെട്ടു. അനാഥമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ബാല്യം കടന്നു പോകുന്നത്. അവിടുത്തെ പഠനം മലബാറിലെ ഏതൊരു പണ്ഡിത തറവാട്ടിലേതുപോലെ ഉസ്താദിൻ്റെയും പ്രാഥമിക മതപഠനം സ്വന്തം വീട്ടിൽ നിന്നു തന്നെയായിരുന്നു. ചെറുപ്രായത്തിലെ തിരുസുന്നത്തുകളെ സ്വന്തം സ്വഭാവത്തിൻ്റെ ഭാഗമാക്കുന്നതിൽ ഉത്സാഹം കാണിക്കുകയും പതിവാക്കുന്നതിൽ കണിശത പുലർത്തുകയും ചെയ്യുന്ന പ്രകൃതമായിരുന്നു. പുത്തനൊടുപ്പും തലയിൽ തൂവള്ള തൊപ്പിയും ധരിച്ച് ഉപ്പയുടെ കൈകൾ പിടിച്ച് പള്ളിയിലെ 1ാം സഫിൽ തന്നെ കുഞ്ഞു സൈനുദ്ദീനുണ്ടാകും. ഖുർആൻ പഠിച്ചും നിസ്കരിച്ചും റമളാനിൽ നോമ്പ് മുഴുവനെടുത്തും ആരാധനാധന്യമായിരുന്നു അവരുടെ ചെറുപ്പം പോലും. പിന്നീട് കുഴിപ്പുറം മാപ്പിള ലോവർ പ്രൈമറി സ്കൂളിൽ ഭൗതിക പഠനം നടത്തി. പൂളങ്കണ്ണി അയമു മാസ്റ്റർ, കലോടി അലി മാസ്റ്റർ, അതുപോലെ മമ്മു മാസ്റ്റർ എന്നിവരായിരുന്നു ആദ്യകാല സ്കൂളിൽ അധ്യാപകർ. കിതാബോത്ത് തുടങ്ങുന്നത് കുഴിപ്പുറം പള്ളിയിലെ പേരുകേട്ട കൈപ്പറ്റ അമ്പലവൻ കുഞ്ഞിമൊയ്തീൻ മുസ്ലിയാരിൽ നിന്നായിരുന്നു. പിന്നീട് മമ്മൂട്ടി മുസ്ലിയാർ, ചെമ്മങ്കടവ് കൊങ്കയം പള്ളിയിലെ മുദരിസായിരുന്ന ബാപ്പുട്ടി മുസ്ലിയാരുടെ പിതാവ് കുഴിമണ്ണിൽ കുഞ്ഞീദ് മുസ്ലിയാർ, സ്വതക്കത്തുള്ള മുസ്ലിയാർ, കാപ്പാട് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്നിവരായിരുന്നു മഹാനവറുകളുടെ മറ്റു ഗുരുനാഥന്മാർ. ശേഷം വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയായിരുന്നു ദറസി മേഖലയിലേക്കുള്ള മഹാനവറുകളുടെ കൽവെപ്പ്. അവിടുത്തെ അധ്യാപനം കുഴിപ്പുറം പടിഞ്ഞാറ് പള്ളിയിൽ നിന്നാണ് ഷെയ്ഖുനയുടെ അധ്യാപനം ആരംഭിക്കുന്നത്. തൻ്റെ എളാപ്പയുടെ മകനായിരുന്ന അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാരായിരുന്നു ആദ്യത്തെ ശിഷ്യൻ. പിന്നീട് കായംകുളം, മാട്ടൂൽ, ചാലിയം, തലക്കടുത്തൂർ, രണ്ടത്താണി, കിഴക്കേപ്പുറം, പൊടിയാട്, ഇഹ്യാസുന്ന ഒതുക്കങ്ങൾ എന്നിവിടങ്ങളിലും മുദരിസായിരുന്നു. വളരെ വൈവിധ്യമേറിയതായിരുന്നു അവിടുത്തെ അധ്യാപന രീതി. അകമ്പള്ളി വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു കവിയുകയും അതിൽ 10-12 വർഷം പഠനം നടത്തി ഉപരിപഠനത്തിന് മുമ്പ്
2-3 വർഷം സുപ്രധാനമായ കിതാബുകളിലും സവിശേഷമായ ഫന്നുകളിലും പൂർണ്ണമായ അവഗാഹം നേടാൻ ഉദ്ദേശിച്ചു വന്നവരുമുണ്ടാകും. മുതിർന്ന പണ്ഡിതരും അതിനു താഴെയുള്ളവരും കൂട്ടത്തിലിരിക്കും. വിദ്യാർത്ഥികളെ ഒരിക്കലും ഷെയ്ഖുന ശിക്ഷിക്കുകയോ ശാസിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത് കാണാം. അതിനുതകുന്നൊരു സാഹചര്യവും അവർ വരുത്തിവെച്ചില്ലെന്നതാണ് സത്യം. മുഖലക്ഷണം കണ്ടുകൊണ്ട് കുട്ടികളെ വിലയിരുത്തുന്ന ദീർഘവീക്ഷണ ശേഷി ഷെയ്ഖുനയിലുണ്ടായിരുന്നു. ദറസിൽ ചേരാൻ വരുന്നവരുടെ താൽപ്പര്യവും ശേഷിയും ഷെയ്ഖുന മുഖത്തു നോക്കി വായിച്ചെടുക്കും. ഇൽമു സ്വായത്തമാക്കാനുള്ള ക്ഷമയും കഠിനാധ്വാനവുമുള്ള അർഹരായവരാണെങ്കിൽ സമ്മതം പറയും, അന്ന് അങ്ങോട്ട് പോന്നോളി. അർഹനല്ലെങ്കിൽ പറയും, ഇവിടെ ചെലവൊക്കെ കിട്ടാൻ പാടാണ്. ഇങ്ങനെ തിരഞ്ഞെടുത്ത വിജ്ഞാനദാഹികളുടെ സഞ്ചാരമായിരുന്നു ഷെയ്ഖുനയുടെ ശിഷ്യസമ്പത്ത്. ഇഹ്യാഉസ് സുന്നയെക്കുറിച്ചറിയാം. ഷെയ്ഖുനയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ ദറസായിരുന്നു ഇഹ്യാഉസ് സുന്നയിലേത് എന്ന് നമുക്കറിയാം. 1956 പ്രഥമ ഹജ്ജ് യാത്ര കഴിഞ്ഞു മടങ്ങിയ ഷെയ്ഖുന നാട്ടുകാരുടെയും ചാരിയത്തുകാരുടെയും സഹായത്തോടെ നാട്ടിലൊരു പള്ളി പണിതു. 2 വർഷം കൊണ്ട് പള്ളിപ്പണി പൂർത്തിയായി. ഷെയ്ഖുനയുടെ സമ്മതപ്രകാരം ഷവ്വാൽ മാസത്തിൽ മജീദ് മുസ്ലിയാർ അവിടെ ദർസ് ആരംഭിച്ചു. ഇവിടെ നിന്നാണ് ഇഹ്യാഉസ് സുന്നയുടെ ചരിത്രം ജനിക്കുന്നത്. വർദ്ധിച്ചു വന്ന വിദ്യാർത്ഥി ബാഹുല്യം കാരണം തൊട്ടടുത്ത് കെട്ടിടങ്ങളും സൗകര്യങ്ങളും സജ്ജമാക്കിക്കൊണ്ടായിരുന്നു സ്ഥാപനത്തിൻ്റെ തുടക്കം. സിറാജുൽ ഉലൂം എന്നായിരുന്നു ഷെയ്ഖുന പേരു നൽകാൻ ഉദ്ദേശിച്ചതെങ്കിലും ആദ്യം മുദരിസായിരുന്ന അബ്ദുൽ മജീദ് മുസ്ലിയാർ പറഞ്ഞു, ഞാൻ ഹജ്ജ് യാത്രയിലായിരിക്കെ മദീനയിൽ വെച്ചൊരു സ്വപ്നം കണ്ടു. വലിയൊരു സ്ഥാപനത്തിൽ ഞാൻ ദറസ് നടത്തുന്നതും അതിൻ്റെ പേര് ഇഹ്യാഉസ് സുന്ന എന്നുമായിരുന്നു. അത് വലിയ സ്ഥാപനമല്ലേ? ഷെയ്ഖുന ചോദിച്ചു. ഇത് ചെറിയതാണല്ലോ, മജീദ് ഉസ്താദ് പറഞ്ഞു. ഇത് വലുതാകുമല്ലോ. അങ്ങനെ തന്നെ സംഭവിച്ചു. ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു. സാമ്പത്തികമായും മറ്റും പ്രതിസന്ധികളുണ്ടായെങ്കിലും എല്ലാം തരണം ചെയ്ത് അതിനു വേണ്ട വെള്ളവും വളവും വെളിച്ചവും നൽകി ആ വിജ്ഞാന ഗോപുരം അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. പ്രതിസന്ധികളെ മറികടന്ന് ഷെയ്ഖുനയുടെ നിസ്വാർത്ഥമായ സേവനം കൊണ്ടും മനക്കരുത്തുകൊണ്ടും മാത്രമായിരുന്നു. മജീദ് മുസ്ലിയാരുടെ വഫാത്തിന് ശേഷമാണ് ഷെയ്ഖുന ഈ റയീസുൽ ഉലമ ഇഹ്യാഉസ് സുന്നയിലേക്ക് വരുന്നത്. ഉസ്താദിൻ്റെ അരുമശിഷ്യനാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പളുമായ റയീസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാർ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. 1966 പഠനം പൂർത്തിയാക്കിയത്. കോഴിക്കോടിനടുത്ത് പുതിയ ദർസ് ആരംഭിച്ച സന്തോഷവുമായി ഷെയ്ഖുനയുടെ അടുത്ത് വന്നപ്പോൾ ഷെയ്ഖുന പറഞ്ഞു, സുലൈമാൻ മുസ്ലിയാരെ, അവിടേക്ക് നമുക്ക് വേറെ ആളെ കൊടുക്കാം, നിങ്ങൾ കോളേജിൽ നിന്നോളി. ഷെയ്ഖുന എന്തു പറഞ്ഞാലും സ്വീകരിക്കുന്ന റയീസുൽ ഉലമ അതും സ്വീകരിച്ചു. കൂട്ടത്തിൽ ഷെയ്ഖുന ഒക്കെ ഉസ്താദ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശമ്പളമൊന്നും ഉണ്ടാവുകയില്ലട്ടോ. റയീസുൽ ഉലമ അവിടുന്ന് പറഞ്ഞു, 1 കൊല്ലം കൂടി ഓതുകയാണെന്ന് വെച്ചോളാം. അന്നു മുതൽ ഇന്നു വരെ ഇഹ്യാഉസ് സുന്നയുടെ പ്രധാന ഗുരുവൈദ്യരാണ് ഷെയ്ഖുന സുലൈമാൻ ഉസ്താദ്. കമ്മിറ്റിയിൽ സുലൈമാൻ മുസ്ലിയാരെ ഒഴിവാക്കണമെന്ന് ചർച്ച വന്നപ്പോൾ റയീസുൽ ഉലമ ശാന്തമായി ഷെയ്ഖുനയോട് സ്ഥാപനത്തിൽ നിന്ന് പിരിയാൻ സമ്മതം ചോദിച്ചു. അതൊന്നും വേണ്ട, നമുക്ക് മരിച്ചു പിരിയാം എന്നായിരുന്നു ഷെയ്ഖുനയുടെ മറുപടി. ആ തണലിൽ ഇഹ്യാഉസ് സുന്ന ഇപ്പോഴും നടന്നു പോരുന്നു. ആ ഷെയ്ഖുന ഉസ്താദിൻ്റെ വഫാത്ത് 2002 ആഗസ്റ്റ് 13 ഷെയ്ഖുനക്ക് ശക്തമായ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടുറക്കം വരുന്നില്ല. രാവിലെ ഡോക്ടർ രാമചന്ദ്രനുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം ഒരു ഇഞ്ചക്ഷൻ പറഞ്ഞു കൊടുക്കുകയും ഫലം കണ്ടില്ലെങ്കിൽ കൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇഞ്ചക്ഷനൊന്നും ഫലിക്കില്ലെന്ന് കണ്ടപ്പോൾ ഉച്ചയൂണ് കഴിഞ്ഞ് കോഴിക്കോട് പോകാൻ തീരുമാനിച്ചു. ആദ്യം വിസമ്മതിച്ചെങ്കിലും മക്കളുടെയും സഹപാഠികളുടെയും നിർബന്ധത്തിന് വഴങ്ങി പോകേണ്ടി വന്നു. പോകുന്നതിന് മുമ്പ് പള്ളിയുടെയും വീടിൻ്റെയും പരിസരം വൃത്തിയാക്കാൻ നിർബന്ധിക്കുകയും പള്ളി പരിസരത്തെ കാടുപടലവും വെട്ടിവെടുപ്പാക്കി പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഖബറിടവും ചുറ്റുഭാഗവും മണ്ണ് വിതച്ച് ഭംഗിയാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ
2002 ആഗസ്റ്റ് 15 ഹിജ്റ 1423 ജമാദുല്ലാഹിറാറിന് ആ മഹാഗുരു സാഗരം അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് മടങ്ങി. ഷെയ്ഖുന വഫാത്തായി വർഷങ്ങൾ 23 പിന്നിട്ടിട്ടും തലയെടുപ്പുള്ള ശിഷ്യരിലൂടെ ആ നാമം ജനമനസ്സുകളിൽ പ്രോജ്വലിച്ചു നിൽക്കുകയാണ്. അവിടുന്ന് ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്ന സൂക്ഷ്മതയും ഭയഭക്തിയും വിജ്ഞാനത്തോടുള്ള അത്യാർത്തിയും പുതിയ തലമുറ മാതൃകയാക്കണം എന്ന് ഉണർത്തി. നാളെയാണ് അവിടുത്തെ ആണ്ട്. അവിടുത്തെ മഖാമിൽ ഇഹ്യാ സുന്നയിൽ അടുത്ത് ഒതുക്കുങ്ങലിൽ അവിടുത്തെ വീടിനോട് ചേർന്നുള്ള മഖാമിൽ അവിടെ വെച്ച് നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശൈഖുന ഒക്കെ ഉസ്താദിൻ്റെ മദദ് നുസ്റത്ത് നമുക്ക് നമ്മുടെ മക്കളിൽ, കുടുംബങ്ങൾ, കൂട്ടുകുടുംബാദികളിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിലേക്ക് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അവിടത്തെ കൊണ്ട് നമ്മുടെ നീറുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകട്ടെ. അവിടത്തോടുമായി നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.